ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ചെയ്ത് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ചാനൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ചാനൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പിങ്ക് കളർ തീമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചു, അതെടുക്കാൻ ഞാൻ വിട്ടുപോയി, സോറി. പശ കുറച്ച് ഷോവാണ് എന്ന് വിചാരിക്കല്ലേ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പക്ഷേ ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി. രാത്രി സമയമാണ്, ഇപ്പോൾ വാങ്ങിക്കാനും ഒക്കത്തില്ല. പിന്നെ ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ നമ്മളിങ്ങനെയാണ് ഒട്ടിക്കുന്നത്. പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് പോണ്ട്. നമുക്ക് കുറച്ച് ഇംഗ്ലീ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അതിനകത്തുനിന്നൊക്കെ പിങ്ക് കളർ നമുക്ക് തപ്പിയെടുക്കാം. അതിനകത്ത് പിങ്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നോക്കാം. ഉണ്ടായിരുന്ന കേട്ടോ, വരുന്നാൽ മതിയായിരുന്നു. പിങ്ക് ഇല്ല, പകരം ഈ കളർ ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അതിനകത്ത് പിങ്ക് ഉണ്ട്, ഓക്കെ ഉണ്ട്. ഈ സപ്ലൈസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സപ്ലൈസാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവാമായിരിക്കാം. രണ്ട് സാധനം എടുത്തിട്ടുണ്ട്. ശോകം പിടിച്ച പശയെന്ന് പറഞ്ഞില്ലേ, ശോകം പിടിച്ച പശ നമുക്ക് ഇങ്ങനെ. ഈ പശ വേണ്ടായോ? നമുക്ക് ഇനി ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അടുത്ത സാധനവും തേക്കുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് പോകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് പിങ്കിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം. കുറച്ച് മണി പ്രിൻറ്റും ഒക്കെ കിടപ്പുണ്ട്. ഇത് പിങ്കിലുണ്ടോ നോക്കാം. പിങ്കിലില്ലെങ്കിൽ പിങ്കുമായി സാമ്യം വരുന്ന കളർ മതി. പിങ്ക് കിട്ടി, എവിടുന്നോ ഞാൻ തപ്പിയെടുത്തു. ഓക്കെ, ഒരു പിങ്കേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് പക്ഷേ ചൊട്ടിക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ പശ ഒട്ടിച്ചപ്പോണ്ട്. പിങ്ക്, ഈ പിങ്ക് കളർ എടുത്തിട്ട് നമ്മുടെ ഈ ബുക്കിൻ്റെ ചട്ട ചട്ട എന്ന് പറയും, പേജ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ പിങ്ക് കളറും കൊണ്ട് നമ്മൾ ഏത് കളർ തീമാണ് ഉദ്ദേശിക്കുന്നത് ആ കളറും കൊണ്ട് കവർ ചെയ്യാം. പിങ്ക് കളറാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് കളറും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ എന്തെങ്കിലും ഒരംശം വേണം, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കളറാണ്, ഈ ഒരു കളർ നമ്മുടെ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മാർക്കർ എടുക്കാം. എന്നിട്ട് നമുക്കിഷ്ടമുള്ള തോട്ട് എഴുതാം. ഞാൻ
എഴുതിയത് പിങ്ക് ഇസ് മൈ ബ്യൂട്ടിഫുൾ കളറാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പിങ്ക് എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ. ഇന്നത്തെ ജേണൽ ഇത്രയേ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല. പിങ്ക് ബ്രഷ് പെൻ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെയും കൂടെ വരച്ചെങ്കിൽ ഒരു ഇതുണ്ട്. അപ്പം ഇനി പറയാം ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.